ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ആക്ച്വലി ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ, 12 മണിയായി ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ ഗീ റൈസും അതേപോലെ ചിക്കൻ കറിയും വയ്ക്കാൻ പോവാണ്. സോ ദ തിങ് ഈസ്, നമ്മുടെ വീട്ടിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ നന്ദ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചൊറിഞ്ഞിട്ടാണ് വിട്ടത്. അപ്പോൾ വഴക്കുണ്ടാക്കിയാണ് നമ്മൾ പോയത്. സോ ഐ തോട്ട് പുള്ളി വരുമ്പോഴത്തേക്കും അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് മേക്കപ്പ് ചെയ്യാമെന്ന്. സോ ദാറ്റ് പപ്പി എന്നെ വൈകിട്ട് കൊടുത്തുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പരിപാടിയാണ്. അപ്പം എനിവേ ഗീ റൈസ് ഉണ്ടാക്കണം എന്നായിരുന്നു ഇന്നലത്തെ പ്ലാൻ. പക്ഷേ ഐ തോട്ട് ഈ ഒരു പേരും പറഞ്ഞ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോറ് വേവിക്കാൻ വെച്ചിട്ട് പുറത്ത് പോയി ചിക്കനും കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. സോ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. പപ്പിക്ക് ഗീ റൈസ് അല്ല കേട്ടോ, പപ്പിക്ക് ചോറും ചിക്കനുമാ. ഓക്കെ പപ്പി. ബൈ ദാറ്റ് ടൈം സ്വാതി ഫുൾ ക്ലീൻ ചെയ്യാൻ, അതിന് കിട്ടുന്നില്ല ബാക്കിലേക്ക് തുറപ്പൊക്കെയുണ്ട്, ക്ലീൻ ചെയ്യാനോട്ടൊക്കെ. സൺഡേയാണ്, നമ്മൾ എല്ലാ ദിവസവും ഇവിടെ തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യും. തുടയ്ക്കില്ല, തൂക്കും. പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നോക്കി പപ്പി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും തൂത്തില്ലെങ്കിൽ ഇവിടെ മൊത്തം പൊടിയാണ്. അപ്പോൾ മെസ്സി ആയിട്ട് എടുക്കും. ഇന്നലെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ലൈറ്റൊക്കെ ആയിരിക്കണം. പപ്പി വേസ്റ്റിന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും. പപ്പിക്കോട്ടെ ബോൾ. ഈ റൈസ് റെഡിയാണ്. റൈസിന് ഞാൻ മറ്റേ മുഴുവൻ മസാല ഉണ്ടല്ലോ, ബേലീസും അതെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പം അത് റെഡിയായി. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഗീ റൈസ്, ചിക്കൻ കറി. പിന്നെ നമ്മൾ ഇവിടെ ഹംസാസിൽ പോകുമ്പോൾ, ഗീ റൈസ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു സാലഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തരും, ഓണിയൻ വിനീഗറിൽ ഇട്ടിട്ട്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷേ സിമ്പിളാണെന്നാണ് തോന്നി. എനിക്ക് അത് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. സോ അത് പിന്നെ ആയിക്കോട്ടെ. ഫിഷ് അച്ചാർ കൂടെ 10 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചാർ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മില്ലീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നാരങ്ങ വാങ്ങിച്ചു. അപ്പോൾ വിത്തൗട്ട് നാരങ്ങ വെള്ളം മീറ്റ് ലൈമൊക്കെ കഴിക്കാം. ഫ്രെയിമിൽ സ്വാദിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയായിരുന്നു. ഇപ്പോഴേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചു പോകില്ലേ. അപ്പോൾ മീറ്റ് കട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ മുട്ടൻ ചൂട്. അപ്പോൾ ഇതിനെടുത്ത് വെള്ളത്തിലോട്ടിട്ട് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു സവാള എടുക്കുന്നുണ്ട്. സാധാരണ കടയിൽ പോകുമ്പോൾ ഗീ റൈസിൽ അവർ സവാള ഇടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ സാധാരണ വെക്കുമ്പോൾ ഇത് ഇടാറുണ്ട്. ഇത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഗീയിൽ സോട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം കൂടെ എടുത്ത് ചോറിലിടാറുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഞാനൊരു സവാള എടുത്തിട്ടുള്ളൂ. ബിക്കോസ് അധികം സവാള എനിക്ക് റൈസിൽ ഇഷ്ടമല്ല. എനിക്കൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല അൺലെസ് ഇറ്റ്സ് ബിരിയാണി. അപ്പോൾ ഐ തോട്ട് ദ സെയിം തിങ്. നേരിട്ട് വയ്യ, ഇത്രയും തിന്നായിട്ടാണ് കട്ട് ചെയ്തേക്കണത്. പക്ഷേ ഞാൻ ഇതിലോട്ട് ഗീ ഒഴിക്കുകയാണ്. ഇതിലാണ് ഞാൻ സവാള വഴറ്റാൻ പോകുന്നത്. ഇതൊരു ഹാഫിനില്ല. നമ്മൾ ദോശയും പൊടിയിടലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഗീയാണ്. അപ്പം ഹാഫ് പോലും ഇല്ല. പക്ഷെ ഞാൻ ഇതിൽ മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് ഗീയും കൂടെ റൈസ് ആയതിനു ശേഷം ഇട്ടു. ഇതിലോട്ട് സ്വല്പം ജീരകം ഇടാം. കുറച്ചും കൂടി ജീരകം ഇടാം. പക്ഷെ ഇത് പെരുംജീരകമാണോ എന്ത് ജീരകമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ജീരകം തീർന്നു. അപ്പോൾ റിസ്ക് എടുക്കാൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ചിക്കൻ കുക്കറിൽ വെച്ചിട്ട് ഐ വാണ്ട് ടു ടേക്ക് എ ഷവർ. കുളിച്ച് കഴിഞ്ഞു. എനിക്കിപ്പോൾ പീരിയഡ് സമയമുണ്ട്, കുറച്ച് പാടൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ അതിന് മരുന്നൊക്കെ ഇട്ടേക്കാം. ഞാൻ ഇപ്പോൾ പോയി നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം കുക്കറിൽ എന്ത് സീനിലിരിക്കുകയാണ്. ആദ്യം വിസിൽ പൊട്ടി നോക്കണം. വിസിൽ പൊട്ടി മരിച്ച ഒരുപാട് വേറെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ.
അപ്പം നോക്കിയിട്ട് എനിക്ക് മരിക്കണ്ട, ഓഫ് ചെയ്ത് വെച്ചിട്ട് ശരി. മസാല ഒക്കെ പിടിച്ച് എണ്ണ മുകളിലായിട്ട് ഇരിപ്പുണ്ടോ. കുറച്ച് നേരം കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചു. കാരണം ഗ്രേവി ചിലപ്പോഴത്തേക്കല്ല, അപ്പോൾ രാത്രിത്തേക്കും കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു. നന്ദി അവിടെ നിറഞ്ഞ ഒഴിച്ചു കരിയപ്പിലേക്ക് ചൂട് ആയിപ്പോയി. പക്ഷെ ഞാൻ കുറച്ചു അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാം ഒന്ന് ചൂടാക്കി നാരങ്ങ ഉണ്ടാക്കി ചെറിയൊരു സാലഡ് ഉണ്ടാക്കി. നന്ദുവിൻ്റെ അമ്മ പറഞ്ഞ റെസിപ്പിയാണിത്. ഇതെന്ന് വെച്ചാൽ സാലഡിൽ എന്താ റെസിപ്പി എന്നല്ലേ. സാലഡ് ഇടും. ഇതിലിപ്പോൾ ഞാൻ സവാള ഇട്ടിട്ടില്ല, നേരത്തെ മറ്റേ സാധനം ഇട്ടതുകൊണ്ട് സാധനം പോലത്തെ സംഭവം ഉണ്ടാക്കിയില്ല, അപ്പോൾ അതുണ്ട്. പക്ഷേ ഇതിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. കരിവേപ്പിലയും പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. ഇത് ആൻറ്റി ആക്ച്വലി പറഞ്ഞതാണ്. അപ്പോൾ ഇതിടുമ്പോഴത്തേക്കും വേറെ ഒരു നോർമൽ സാലഡിനെക്കാട്ടിൽ വേറെ എന്തോ ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സ് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രാവശ്യം ഉണ്ടാക്കി. കഴിക്കുമോ? സ്ലോ മോഷൻ കാണിക്കാണ്ടൊന്ന്.